വരണ്ട ഭൂമിയിലെ നീർച്ചാലുകൾ. വരണ്ടുണങ്ങിയ പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ശാന്തമായ ഗ്രാമത്തിൽ ജോഷുവ എന്ന പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. ഒരിക്കൽ സ്വപ്നങ്ങളാൽ നിറഞ്ഞിരുന്ന അവൻ ഇപ്പോൾ തളർന്നിരിക്കുന്നു. വർഷങ്ങളായി മഴ പെയ്തിട്ടില്ല. ഭൂമി വിണ്ടുകീറിയിരിക്കുന്നു. അവൻ്റെ ഹൃദയം പോലെ തന്നെ. തൻ്റെ പരിശ്രമങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് ജോഷുവ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തു. സന്തോഷം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾക്ക് പിന്നാലെ അവൻ ഓടി. പണം, സുഖസൗകര്യങ്ങൾ, വിജയം. എന്നാൽ അവൻ എത്രത്തോളം നേടിയോ അത്രത്തോളം ശൂന്യത അവന് തോന്നി. അവൻ്റെ ചിരി മാഞ്ഞുപോയി. പ്രാർത്ഥനകൾ നിശബ്ദമായി. അവൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി ദാഹിക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം ഉണങ്ങിയ തോടിന് അരികിലൂടെ നടക്കുമ്പോൾ കരയിൽ ഇരുന്ന് മൃദുവായി മൂളുന്ന ഒരു വൃദ്ധനെ ജോഷുവ കണ്ടു. ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, നിനക്ക് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ വെള്ളത്തിനല്ല." ജോഷുവ നെറ്റി ചുളിച്ചു. "ഭൂമി വരണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ദാഹിക്കുന്നു." വൃദ്ധൻ തലയാട്ടി, "അതെ, പക്ഷെ ഭൂമി മാത്രമല്ല, ചിലപ്പോൾ ആത്മാവാണ് ഏറ്റവും വരണ്ട നിലം." അദ്ദേഹം തേഞ്ഞ ഒരു ചെറിയ ബൈബിൾ തുറന്ന് മൃദുവായി വായിച്ചു. "ദാഹിക്കുന്നവൻ്റെ മേൽ ഞാൻ വെള്ളവും ഉണങ്ങിയ നിലത്തിന്മേൽ നീർച്ചാലുകളും പകരും. നിന്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും." ആ വാക്കുകൾ ജോഷുവയിൽ എന്തോ ഒന്ന് ഉണർത്തി. വളരെ കാലത്തിന് ശേഷം ആദ്യമായി അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. മഴയ്ക്കല്ല, മറിച്ച് ഒരു നവോന്മേഷത്തിനായി. "ദൈവമേ," അവൻ മന്ത്രിച്ചു, "അങ്ങയെ ഒഴികെ മറ്റെല്ലാറ്റിനും പിന്നാലെയായിരുന്നു ഞാൻ. എൻ്റെ വരണ്ട ഹൃദയത്തെ വീണ്ടും നിറയ്ക്കണമേ." അന്നു മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആകാശത്ത് അപ്പോഴും മേഘങ്ങളില്ലായിരുന്നു. ജോഷുവയുടെ ഹൃദയത്തിന് സമാധാനം ലഭിച്ചു. അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. ഭക്ഷണം പങ്കുവയ്ക്കുക, ഏകാന്തത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കുക. വരൾച്ചയുടെ കാലത്തും ജോഷുവയുടെ ഉള്ളിൽ ഒരു നദി വഹിക്കപ്പെടുന്നുണ്ടെന്ന് ആളുകൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം രാവിലെ, മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം, മഴയുടെ ആദ്യ തുള്ളികൾ വീഴാൻ തുടങ്ങി. പതുക്കെ, ശാന്തമായി, ദാഹിച്ച ഭൂമിയെ നനച്ചുകൊണ്ട് ജോഷുവയുടെ മുഖം ആകാശത്തേക്ക് ഉയർത്തി പുഞ്ചിരിച്ചു. അവൻ്റെ ആത്മാവ് ഉന്മേഷഭരിതമായതുപോലെ ഭൂമിയും പുതുക്കപ്പെട്ടു. പാഠം: നമ്മുടെ ദാഹിക്കുന്ന ഹൃദയങ്ങളുമായി നമ്മൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് പകരുന്നു. നമ്മൾ പുതുക്കപ്പെടുക മാത്രമല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളായി മാറുകയും ചെയ്യുന്നു. ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. യെശയ്യാവ് 44:3.